ദൈവമേ ആരാധന. ഇസഹാക്കിനിടയനേ ആരാധന. ഇസ്രായേലിൻ രാജനേ ആരാധന. ആരാധന 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 ആരാധന. തുമ്പങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമി ആരാധന. തുമ്പങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമി ആരാധന. അലറുന്ന സാത്താനെ ആട്ടിയകറ്റുന്ന അഭിഷേക നിമിഷമീ ആരാധന. ആരാധന 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 ആരാ. ഇരു കരങ്ങളും ഉയർത്തി ഒറ്റ വിളിച്ചോയേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമായി നമ്മുടെ മുന്നിലേക്ക് ആഗതനായിരിക്കുന്ന ഈശോയെ നമുക്ക് നോക്കാം. ഈശോയെ, അപ്പത്തിൻ്റെ രൂപത്തിൽ അങ്ങ് ഞങ്ങളോടൊപ്പം ആയിരിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യത്തെ ഞാൻ ഓർക്കുന്നു, അങ്ങയുടെ സാന്നിധ്യത്തെ ഞാൻ അനുസ്മരിക്കുന്നു. ഈശോയെ, ഞാൻ അങ്ങയുടെ മുൻപിലായിരിക്കുമ്പോൾ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയെ, ഈ വരുന്ന 1 മണിക്കൂർ അങ്ങയോടൊപ്പമായിരുന്നു കൊണ്ട് ഈ ലോകം മുഴുവനു വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടിയും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കും, ഞങ്ങളെ വിശുദ്ധീകരിക്കും, ഞങ്ങളെ പാപങ്ങൾ പൊറുക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോയെ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളെ അങ്ങയുടെ തിരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഈ 1 മണിക്കൂർ അങ്ങയോടൊപ്പം ആയിരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഒരു നിമിഷം
നമുക്കെല്ലാവർക്കും നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് നൽകിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി എന്നെ തന്നെ മുഴുവനായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഭാഗമായി ഞാൻ എന്റെ വാക്കുകളാൽ അങ്ങയെ സ്തുതിക്കുകയാണ്. എന്നെ നാവ് ഉപയോഗിച്ച് ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തുകയാണ്. അങ്ങയെ സ്തുതിച്ച് അങ്ങേക്ക് നന്ദി പറയുകയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമുക്കെല്ലാവർക്കും നമ്മുടെ കരങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. നമ്മുടെ നാവ് ഉപയോഗിച്ച് നന്ദി പറയാം. പൂർണ്ണമായ ഹൃദയത്തോടെ, പൂർണ്ണമായ സമ്മതത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തെ ആരാധിച്ച് പാടി സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കരുണയുടെ ജപമാലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം നന്ദി പറയുന്ന ഒരു ഹൃദയവുമായിട്ട് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മളോട് കരുണ കാണിക്കുന്ന നിമിഷം, എന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്ന നിമിഷം, ഈ ലോകം മുഴുവനും ദൈവത്തിന്റെ കരുണയാൽ നിറയുന്ന നിമിഷത്തിൽ നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പാടി സ്തുതിക്കാം. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരു. ഒറ്റ വിളിച്ചോയേ എല്ലാവർക്കും ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കാം. ദൈവമേ, അങ്ങ് നടത്തിയ ഓരോ ദിവസവും എന്നെ കൈപിടിച്ച് നടത്തിയ ദിവസത്തെ ഓർത്ത്, നിമിഷങ്ങളെ ഓർത്ത്, ഓരോ ദൈവാനുഭവത്തിനെ നിമിഷങ്ങളെ ഓർത്ത്, ദൈവത്തിന്റെ പരിപാലനയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എൻ്റെ കൂടെ സഞ്ചരിച്ച നിമിഷങ്ങളെ ഓർത്ത്, ദൈവത്തിന്റെ കൂടെ നടക്കുവാനായിട്ട് എന്നെ അനുവദിച്ചതിനെ ഓർത്തും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ. ഒറ്റ വിളിച്ചോയേ യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയാണ്. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈ ഒരു മണിക്കൂർ ഞങ്ങൾ അങ്ങയോടൊപ്പം അങ്ങയുടെ മുൻപിലായിരുന്നു കൊണ്ട് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടിയിട്ട് യാചിച്ച് പ്രാർത്ഥിക്കുകയാണ്. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകം മുഴുവനെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും സമർപ്പിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ നിരവധിയായ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഞങ്ങൾ ഈ ജപമാലയിൽ ചേർത്ത് വെക്കുകയാണ്. ഈശോയെ, അങ്ങ് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ കരുണയുടെ ജപമാലയിൽ നമുക്കെല്ലാവർക്കും ഏറ്റവും ഭക്തിപൂർവം പങ്കുചേരാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ പറയുമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു, പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പ്രത്യേകമായി എല്ലാ വിദ്യാർത്ഥികളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പഠിക്കുവാനായിട്ട് അവർക്ക് വേണ്ട എല്ലാ കൃപകളും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന സോഫി, ഷാരോൺ സെബി, റോഷൻ, വീണ, ജോബി ഡേവിസ്, ദിവ്യ, മീന ഡേവിസ്, ജോർജ്, ലിൻസ ജോർജ്, പൗലോസ്, റൂബി, ഫ്ലവിൻ, ഗ്ലിൻ ജോർജ്, ഡേവിഡ്, നീൽ, വിൻസൻ, ടെസി വിൻസൻ, അനു ചാക്കോ, വിൻസൻ പി ഡി, ജെയ്സൺ ഡേവിഡ്, എവില്യൻ ജീസൻ, ജെനി ജോസ്, ലിജോ ജോഷി, റീത്ത, ബോബൻ, ലിസി, ഷാജു, ഐശ്വര്യ ബേബി, മേരി തോമസ്, ബാബു തോമസ്, ജിൽസി, ആന്റണി എന്നിവരെയും അവരുടെ നിയോഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, പ്രത്യേകമായി ഞങ്ങളുടെ മാതാപിതാക്കളെ എല്ലാവരെയും ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തങ്ങളുടെ ജീവിതങ്ങൾ തങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയിട്ടും ജീവിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു താങ്ങായി തണലായി അങ്ങയുടെ സാമീപ്യം അനുഭവിച്ചറിയുവാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ലീലാമ ആന്റണി, ലിസ്ബത്ത് വർഗീസ്, അഞ്ജു ജോസഫ്, അലൻ ജോസ്, ജോസഫ്, ജിമ്മി ഐസക്, ഷേർലി, ജിന്നു, മിലാമോൾ, ജിയാമോൾ, ആഗ്നസ് ചാക്കോ, സെൽമ, സെൻമരിയ, ടെസ്ലി തോമസ്, സിന്ധു, അനുദീപു, ഡോണസ്, സിജി ആന്റണി ജോസഫ്, ഷിൽജോ, റജീസ്, ജോളി, ജിബിൻ, ബെൻ, മനോജ്, റിൻസി, അന്നമ്മ, രാജു, ഹെയ്മ, സാനിയ എന്നിവരെയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, പ്രത്യേകമായി ജോലി അന്വേഷിക്കുന്ന എല്ലാ യുവതി യുവാക്കളെയും ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അവരുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയായിട്ട് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അവരെ സഹായിക്കണമേ. സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയിലേക്ക് വളരുവാനായിട്ട് ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുടുംബത്തിനും നാടിനും സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും പ്രതീക്ഷയായി തീരുവാനായിട്ടുള്ള അവരെല്ലാവിധ ആഗ്രഹങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ യുവതി യുവാക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന സിസ്റ്റർ ഫിലോമി, ഹെയ്സൺ മേരി, എഡ്വിൻ സാജൻ, ആഷ്ലിൻ ആന്റണി
റൂബി, നീനോ, സ്പർശിക്കണമേ. മീര, ട്രീസ, മാർസിസ് റിയക്, എലിസബത്ത്, അഞ്ജു സെലിൻ, ജെയ്മോൻ, ജോയൽ, ഷിൽജി ജുവാൻ, ബിനോയ്, ജോസ്, അഞ്ജു കുര്യാക്കോസ്, മേരി പൗലോസ്, സച്ചിൻ, ഡെയ്സി ത്രേസ്യാമ, മെൽന, വിൻസെന്റ്, അമൽ ജോർജ്, അൽസോ, ആൽബർട്ട്, ആൽബി സോണി, റിബിൻ റിജു, ഉണ്ണികൃഷ്ണൻ, ഉണ്ണിമായ, കൃഷ്ണമായ, അമലു, മെർലിൻ, ഗ്രേസി, ജോർജ്, റെജി, സാമുവൽ, ഗീവർഗീസ്, റിയ സെൻസിൻ എന്നിവരെയും അവരുടെ എല്ലാവിധ ആഗ്രഹങ്ങളെയും പ്രാർത്ഥനകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, പ്രത്യേകമായി രോഗികളായിട്ട് കഴിയുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അവരുടെ രോഗാവസ്ഥയിൽ അവരെ ശുശ്രൂഷിക്കുന്ന വ്യക്തികൾ, അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയായിട്ട് നിലകൊള്ളുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, രോഗാവസ്ഥയിലായിരിക്കുന്ന അവർക്ക് അങ്ങയുടെ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സാമീപ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ. അവരെ ശുശ്രൂഷിക്കുന്നവരെയും അവർക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നവരെയും അങ്ങ് കാത്തുപരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന അല്ലി, ജിസോ, ഷെൽസി, അമൽ, റീന ജോയ്, പ്രീതി ആന്റണി, ജിനോ, ക്രിസ്റ്റി, ജെനിക്ക സാബു, സിയ, സൈമൺ, റയാൻ, മഞ്ജു ജസ്റ്റിൻ, ഡാലി ആന്റണി, ഹന്ന മോൾ, കെസിയ ആരോൺ, ആരോൺ വിൽസൺ, ബിജു, ഹെലൻ, ബിനു, ഹെബീന, വിഹാന, റോസമ്മ, ആൽബിൻ, എബിൻ, ലിസ്മി, എൽസ മരിയ, സാലിമ സെബാസ്റ്റ്യൻ, ജേക്കബ്, ഷിൽജോ, അജിൻ ആന്റണി, സൈമൺ, യുവൽ, ബീന പോൾ, ഫ്രാൻസിസ്, മേരി കുഞ്ഞ് എന്നിവരെയും അവരുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും
മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, പ്രത്യേകമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായി തങ്ങളുടെ നാടുപേക്ഷിച്ച് കുടുംബത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അധ്വാനിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയായി ജീവിത പങ്കാളിയെയും മക്കളെയും എല്ലാം വിട്ടുകൊണ്ട് അന്യദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ പരിപാലന ദൈവത്തിൻ്റെ പരിപാലന അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനായിട്ട് അവരെ സഹായിക്കണമേ. കൂടെ സഞ്ചരിക്കുന്ന ഒരു സംരക്ഷകനായി, കൂടെ നടക്കുന്ന ഒരു കൂട്ടുകാരനായി അങ്ങയുടെ സാമീപ്യം അനുഭവിച്ചറിയുവാനായിട്ട് അവർക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരെയും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെയും അവരുടെ മാതാപിതാക്കളെയും ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയായി അങ്ങ് കടന്നു വരണമേ. പരിപാലനയായി അങ്ങയുടെ സാമീപ്യം അനുഭവിച്ചറിയുവാനായിട്ട് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ ജപമാലയുടെ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ആൻസി, സബിത, എൽവിയ ആരോൺ, വസുന്ധര, വിമല, വിവിൻ, ടോണി, ജിബിൻ, മറിയക്കുട്ടി, ജോളി, റോബി ഡേവിസ്, ദിവ്യ, മീന ഡേവിസ്, സിജോത്, മിനി, ലിയോ, കവിത, ജോ ജോസഫ്, ഷാമിത, സംഗീത, സന്ധ്യ, സുശീല, സന്തോഷ്, ജോബി ജോൺസൺ, ജെയിംസ് കുട്ടി, സെബി, പോൾസൺ, രാജൻ, നിർമ്മല, റീന ജോസഫ്, കൊച്ചുറാണി, ജോയ് ആന്റണി, റോസ്ലി മാത്യു എന്നിവരെയും അവരെല്ലാ നിയോഗങ്ങളെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ
ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ 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 ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ. ഈശോയെ, ഈ ഒരു മണിക്കൂർ ഞങ്ങൾ അങ്ങയോടൊപ്പം ആയിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കാനായി ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്ന ദൈവസ്നേഹമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുകയാണ്. പാപികളും ബലഹീനരുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ പാപങ്ങളെല്ലാം മറന്നുകൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം,
ആ സ്നേഹത്തിൽ നിന്നാണ് ഞങ്ങൾ അങ്ങയോട് മാപ്പപേക്ഷ പ്രാർത്ഥിക്കുക. ഈശോയെ, അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കും, ഞങ്ങളോട് കരുണ കാണിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. ഈശോയെ, ഈ നിമിഷം ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയും ഈ ലോകം മുഴുവന് വേണ്ടിയും, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും, സഹോദരങ്ങൾക്ക് വേണ്ടിയും, കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും, യുവതി യുവാക്കൾക്ക് വേണ്ടിയും, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും, ജോലി അന്വേഷിക്കുന്ന എല്ലാ യുവതി യുവാക്കന്മാർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. ഈശോയെ, ഞങ്ങളെല്ലാവരുടെയും ആശ്രയം അങ്ങിലാണ്. അങ്ങിലാണ് നിങ്ങൾക്ക് ആശ്രയിക്കാനായിട്ടുള്ളത് മാത്രം. ഈശോയെ, അങ്ങയുടെ പക്കലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി, ദൈവാനുഗ്രഹമായി എല്ലാം നടത്തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങേക്ക് നന്ദി പറയുമ്പോൾ ഞങ്ങളുടെ വാക്കുകൾ മതിയാകാതെ വരുന്നു. ഹൃദയത്തിൻ്റെ ആ സന്തോഷം, ഹൃദയത്തിൽ നിന്ന് അങ്ങയോട് നന്ദി പറയുവാനായിട്ട് ഞങ്ങളുടെ വാക്കുകൾ തികയാതെ പോകുന്നു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കുമ്പോൾ, ഓരോ ദിവസവും ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നതിനെ ഓർക്കുമ്പോൾ, ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ട നന്മകളുമായി അങ്ങ് കടന്നു വരുന്നതിനെ ഓർത്ത് ഞാൻ അറിയാതെ വഴിതെറ്റിപ്പോകുമ്പോഴും എന്നെ നേർവഴിക്ക് നടത്തുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർക്കുമ്പോൾ, ഈശോയെ, എൻ്റെ ഹൃദയം നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി അങ്ങയെ സ്തുതിക്കുവാനായിട്ടും നന്ദി പറയുവാനായിട്ടും ആരാധിക്കുവാനായിട്ടും ആഗ്രഹിക്കുന്നു. ഈശോയെ, എൻ്റെ വാക്കുകളെ ഗാനങ്ങളാക്കി ഞാൻ അങ്ങയോട് പാടി സ്തുതിക്കുകയാണ്, അങ്ങയെ പാടി പുകഴ്ത്തുകയാണ്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന്, ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ച്, നമ്മുടെ നാവ് ഉപയോഗിച്ച് നമുക്ക് ഈശോയെ സ്തുതിക്കാം. നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, യാചനാരൂപത്തിൽ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തെ നമ്മുടെ ജീവിതത്തിന്റെ നാഥനായി സ്വീകരിച്ചുകൊണ്ട്, ദൈവത്തിൽ മാത്രമാണ് ഞാൻ ആശ്രയിക്കുന്നത് ഏറ്റുപറഞ്ഞുകൊണ്ട്, എൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറയാം. നമ്മുടെ വാക്കുകളെ വീണകളാക്കി മാറ്റിക്കൊണ്ട്, പാട്ടുകളാക്കി മാറ്റിക്കൊണ്ട്, ഗാനരൂപത്തിൽ പാടി നമുക്ക് ദൈവം സ്തുതിക്കും. യേശുവിനെ
നമുക്ക് എല്ലാവർക്കും ഈശോയെ വിളിച്ച് ഈശോയുടെ നാമം അപേക്ഷ വിളിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരാളും നശിച്ചു പോകുകയില്ല. ഈശോയാണ് നമുക്ക് ആശ്രയിക്കുവാനായിട്ടുള്ള നമ്മുടെ ദൈവം. നാം വണങ്ങുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച് നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ മുൻപിലാണ് നാം ആയിരിക്കുക. നമുക്കെല്ലാവർക്കും ആ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ച് ഹൃദയത്തിന്റെ ഭാഷയിൽ പൂർണ്ണമായി നമ്മെ തന്നെ ദൈവത്തിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലുമുന്നതനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലുമുന്നതനെ. ഹല്ലേലൂയ, നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ, യേശുവേ യേശുവേ സ്തുതി, ആരാധന. യേശുവാണ് എന്റെ രക്ഷകൻ ഏറ്റുപറയുന്നത്. ഈശോയിൽ എന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ നിമിഷം ദൈവത്തിന്റെ മുൻപിലാണ് ഞാൻ, ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ മുൻപിലാണ് ഞാൻ. ആ ഈശോനെ ഞാൻ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക. എന്റെ ജീവന്റെ നായകൻ, എന്റെ ജീവിതത്തിന്റെ നാഥൻ, എന്നെ കൈപിടിച്ച് നടത്തുന്നവൻ, എനിക്ക് വേണ്ടതെല്ലാം നൽകി എന്നെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ സാമീപ്യത്തിലായിരുന്നുകൊണ്ട് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഈശോയെ സ്തുതിക്കുകയാണ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുവെ ആരാധിച്ച് സ്തുതിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈശോയെ സ്തുതിച്ച് ആരാധിക്കുകയാണ്. ഈശോയാണ് എന്നെ രക്ഷിക്കുകയും പരിപാലിക്കുകയും എന്നെ വഴി നടത്തുകയും ചെയ്യുന്ന വലിയൊരു പൂർണ്ണമായ അവബോധത്തിൽ നിന്ന് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൽ എന്നോടൊപ്പമുള്ള വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് വിശ്വാസത്തോടു കൂടിയിട്ട് നമുക്ക് ഈശോയെ സ്തുതിക്കാം. യേശുവെ സ്തുതി, യേശുവെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. നമുക്ക് ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഈശോയെ കടന്നു വരണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ തൊട്ട് സുഖപ്പെടുത്തണമേ. എൻ്റെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എൻ്റെ യാചനകളും പ്രാർത്ഥനകളും ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അങ്ങ് കരുണയായി, അങ്ങയുടെ സ്നേഹമായി, അങ്ങയുടെ സാമീപ്യമായി, അങ്ങയുടെ സംരക്ഷണമായിലേക്ക് കടന്നു വരണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ എൻ്റെ ജീവനെ പൂർണ്ണമായും, ജീവിതത്തെ പൂർണ്ണമായും, എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും എൻ്റെ കുടുംബത്തെയും എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങിലാണ് എൻ്റെ ആശ്രയം. അങ്ങാണ് എനിക്ക് ആശ്രയിക്കാനായിട്ടുള്ള ഏകദൈവം. ആ ദൈവത്തിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ ഈശോ നമ്മളോട് സംസാരിക്കുന്ന സുവിശേഷത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 41-ാമത്തെ വാക്യങ്ങൾ മുതൽ ഈശോ നമ്മളോട് പറയുന്ന ഒരു മനോഹരമായ ഒരു സുവിശേഷ ഭാഗമുണ്ട്. ക്ലാവ് പിടിച്ച 2 ചെമ്പ് നാണയങ്ങളെ കുറിച്ചാണ് ഈശോ പറയുക. ഭണ്ഡാരത്തിലേക്ക് നിക്ഷേപിക്കാനായിട്ട് കടന്നു വരുന്ന എല്ലാവരെയും ഈശോ കാണുന്ന ഒരു സുവിശേഷ ഭാഗം. വിധവയുടെ കാണിക്ക എന്ന് പറയുന്ന ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്ന
മനോഹരമായ ഒരു സുവിശേഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെക്കുറിച്ചും ഹൃദയവിചാരങ്ങളെക്കുറിച്ചും ദൈവത്തിലുള്ള ആശ്രയബോധത്തെക്കുറിച്ചും ദൈവപരിപാലനയിലുള്ള വിശ്വാസത്തെക്കുറിച്ചും ഈശോ പറയുകയാണ്. ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ ദൈവത്തിന് കാഴ്ച സമർപ്പിക്കുവാനായിട്ട് കടന്നു വരുന്ന ഒത്തിരി പേരെ കുറിച്ച് ഈശോ പറയുകയാണ്. ആ ഭണ്ഡാരത്തിലേക്ക് നിക്ഷേപിക്കുവാനായിട്ട് കടന്നു വരുന്നവരെ കുറിച്ച് ഈശോ പറയുക, ഒത്തിരി ധനവാന്മാർ അങ്ങോട്ട് കടന്നു വന്നു. അവർ ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് കടന്നു പോവുകയാണ്. ആരോ ഭണ്ഡാരത്തിലേക്ക് നൽകിയത് സംഭാവനകളായിരുന്നു. ദൈവം അവരെ അനുഗ്രഹിച്ചതിൻ്റെ, ദൈവത്തിൻ്റെ പരിപാലനയിൽ അവരുടെ ജീവിതത്തിലുണ്ടായ അഭിവൃദ്ധിയിൽ നിന്നും അവർ ദൈവത്തിന് കാഴ്ച സമർപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. അങ്ങോട്ട് കടന്നു വരുന്ന എല്ലാവരെയും ഈശോ കാണുകയാണ്. കടന്നു വന്ന എല്ലാവരെയും കുറിച്ചും ഈശോ പറയുന്നത് ധനവാന്മാർ ഭണ്ഡാരത്തിലേക്ക് നിക്ഷേപിക്കാനായിട്ട് കടന്നു വന്നു എന്നാണ്. അതോടൊപ്പം തന്നെ ഈശോ പറയുകയാണ്, വിധവയായ ഒരു സ്ത്രീയും ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു. ഒത്തിരി പേര് അങ്ങോട്ട് കടന്നു വന്നു എങ്കിലും ഈശോ സുവിശേഷത്തിൽ പറയുന്നത്, പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് വിധവയായ ഈ സ്ത്രീയെ കുറിച്ചാണ്. ഈശോ പറയുകയാണ്, മറ്റെല്ലാവരും ധനവാന്മാരായിരുന്നു, സമ്പന്നരായിരുന്നു. എന്നാൽ ദരിദ്രയായ ഒരു വിധവ ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചത് 2 ചെമ്പ് തുട്ടുകളായിരുന്നു. ഈശോ എല്ലാവരെയും കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ഈശോയുടെ ഹൃദയത്തെ സ്പർശിച്ചത് ഈ 2 ചെമ്പ് നാണയങ്ങൾ ആ ഭണ്ഡാരത്തിലേക്ക് നിക്ഷേപിക്കുന്ന വിധവയായ ദരിദ്രയായ ഈ സ്ത്രീയിലാണ്. ഈശോ പറയുകയാണ്, അവൾ ഒരു ദരിദ്രയായ സ്ത്രീയായിരുന്നു. ഈശോ അവളുടെ ജീവിതത്തെ പൂർണ്ണമായും മനസ്സിലാക്കി. ഏതൊരവസ്ഥയിലാണ് അവൾ ഈശോയുടെ മുൻപിലേക്ക് കടന്നു വരുന്നതെന്ന് ഈശോ മനസ്സിലാക്കിയാണ്. ദരിദ്രയായ ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാനായിട്ട് ചിലപ്പോൾ പരിശ്രമിക്കുന്ന സ്ത്രീ, ദാരിദ്ര്യത്തിൻ്റെ എല്ലാവിധ വേദനകളിലൂടെയും കടന്നു പോകുന്ന സ്ത്രീ. ഈശോ പറയുകയാണ്, ദരിദ്രയായ സ്ത്രീയാണ് അവൾ. അവളുടെ ജീവിത അവസ്ഥയെ ഈശോ മനസ്സിലാക്കിയാണ്. രണ്ടാമതായിട്ട് ഈശോ പറയുകയാണ്, വിധവയായ ഒരു സ്ത്രീയാണ്. ജീവിതത്തിൽ ആശ്രയിക്കുവാനായിട്ട് ആരും തന്നെയില്ല. വിധവയാണ്. ദൈവത്തിലാണ് അവളുടെ പൂർണ്ണമായിട്ടുള്ള ആശ്രയം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് അവൾ ഭണ്ഡാരത്തിലേക്ക് നിക്ഷേപിക്കുക. ഈശോ പറയുകയാണ്, വീണ്ടും ഈശോ ആ ദരിദ്രയായ വിധവയായ സ്ത്രീയെ നോക്കിക്കൊണ്ട് ഈശോ പറയുകയാണ്, അവൾ ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുവാനായിട്ട് കൊണ്ടുവന്നത് നിറം മങ്ങിയ തുവാലയിൽ ആരും ചിലപ്പോൾ കാണരുതെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറച്ചു പിടിച്ചുകൊണ്ട് അവൾ കൊണ്ടുവന്ന 2 ചെമ്പ് തുട്ടുകളായിരുന്നു. ഈശോയ്ക്ക് സമർപ്പിക്കുവാനായിട്ട്, ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്നത് ഏറ്റവും ചെറിയ കാണിക്കയായിരുന്നു. ആ കാണിക്ക അവൾ ആ ഭണ്ഡാരത്തിലേക്ക് നിക്ഷേപിക്കുകയാണ്. ഈശോ അവൾ നൽകിയ കാണിക്കയുടെ വലിപ്പമല്ല കാണുക, മറിച്ച് ഏത് മനോഭാവത്തിലാണ് അവൾ ദൈവത്തിലേക്ക് കടന്നു വരുന്നതെന്നാണ്. പൂർണ്ണമായിട്ടുള്ള
ദൈവത്തിലുള്ള ആശ്രയ ബോധ്യത്തിലൂടെയാണ് കടന്നു വരിക. ഈശോ വീണ്ടും പറയുകയാണ്, തൻ്റെ ഉപജീവനത്തിനുള്ള തുക പൂർണ്ണമായും ആ വിധവയായ ദരിദ്രയായ സ്ത്രീ ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുകയാണ്. തന്നെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടായിരിക്കും ആ സ്ത്രീ, ദരിദ്രയായ വിധവ, തൻ്റെ സമ്പാദ്യം പൂർണ്ണമായും ദൈവത്തിന് കാഴ്ച സമർപ്പിച്ചത്. ഈശോ ധനവാന്റെ സമ്പന്നതയിലേക്കോ അവൻ നൽകിയ സംഭാവനയെക്കുറിച്ചോ അല്ല പറയുന്നത്, മറിച്ച് തൻ്റെ ഇല്ലായ്മയിൽ നിന്നും ഉള്ളത് മുഴുവനും ആ ഭണ്ഡാരത്തിലേക്ക് നിക്ഷേപിച്ച ദരിദ്രയായ ആ വിധവയെക്കുറിച്ചാണ് ഈശോ വാചാലനാകുന്നത്. ഈശോ പറയുകയാണ്, എത്രമാത്രം വിശ്വാസം അവൾക്ക് ദൈവത്തിലുണ്ട്, ദൈവം തന്നെ പരിപാലിക്കും എന്ന ഉറച്ചൊരു ബോധ്യത്തിൽ നിന്നാണ് തൻ്റെ സമ്പാദ്യം പൂർണ്ണമായും ദൈവത്തിന് കാഴ്ചയായിട്ട് നൽകിയത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ആശ്രയം എവിടെയാണ്? ഞാൻ എൻ്റെ സമ്പത്തിലാണോ ആശ്രയിക്കുന്നത്, അതോ ഞാൻ ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്? എവിടെയാണ് ഞാൻ എൻ്റെ പ്രതീക്ഷകളെ ചേർത്ത് വയ്ക്കുക? ദൈവത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ, അതോ ധനവാനെ പോലെ എൻ്റെ സമ്പത്തിൻ്റെ ഒരു പകുതിയിൽ നിന്ന് ഒന്നും ദൈവത്തിന് വേണ്ട, അല്ലെങ്കിൽ എനിക്കൊന്നും ദൈവത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യമുള്ള ചിന്തയിൽ നിന്ന് ഞാൻ നൽകുന്ന സംഭാവന പോലെയാണോ, അതോ എന്നെ തന്നെ പൂർണ്ണമായും ദൈവത്തിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തെയും ഹൃദയ വിചാരങ്ങളെയും എൻ്റെ ആകുലതകളെയും എൻ്റെ പ്രശ്നങ്ങളെയും എൻ്റെ ബുദ്ധിമുട്ടുകളെയും എല്ലാം ദൈവത്തിലേക്ക് നൽകിക്കൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന, ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായി മാറുവാനായിട്ട് എനിക്ക് സാധിക്കുമോ? ദൈവം നോക്കുന്നത് ഞാൻ നൽകുന്ന കാണിക്കുകയല്ല, എന്താണോ ഞാൻ സമർപ്പിക്കുന്നത്, ദൈവത്തിന് വേണ്ടിയിട്ട് ഞാൻ നൽകുന്നത് എന്നതിലല്ല, മറിച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ മനോഭാവം എന്താണ്. ഞാൻ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് ദൈവം എന്നെ പരിപാലിക്കുമെന്നുള്ള വലിയൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ടോ? ദൈവത്തെ മുറുകെ പിടിക്കുന്നുണ്ടോ, അതോ എൻ്റെ സമ്പത്തിനെയാണോ ഞാൻ മുറുകെ പിടിക്കുക? ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ പൂർണ്ണമായും മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെ മനസ്സിലാക്കുന്ന, എൻ്റെ ജീവിത അവസ്ഥയെ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത് എന്നുള്ള ബോധ്യത്തിൽ ദൈവത്തിൻ പക്കലേക്ക് വരുവാനായിട്ട് എനിക്ക് സാധിക്കണം. ആ വിധവ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തത്. തന്നെ നിക്ഷേപിച്ചു. തൻ്റെ ഹൃദയത്തെ, ഹൃദയ വിചാരങ്ങളെ, ജീവിതാവസ്ഥയെ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നൽകുകയാണ്. നമുക്കും ദൈവത്തിന് നൽകുന്നത് എൻ്റെ ഹൃദയമായിരിക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കണം, എൻ്റെ മനോഭാവത്തിൽ മാറ്റമുണ്ടാകണം. ദൈവത്തെ കൂട്ടുപിടിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ട്, ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട്, ദൈവത്തോടൊപ്പം നടക്കുവാനായിട്ടായിരിക്കണം. ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ദൈവം എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ്റെ സർവ്വതമേ. ഞാനിതാ
ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവമോഹങ്ങളും, എന്നെയും എൻ സർവമോഹങ്ങളും ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവമോഹങ്ങളും, ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവമോഹങ്ങളും, എന്നെയും എൻ സർവമോഹങ്ങളും ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? മറ്റെന്ത് സമ്മാനം? രണ്ട് കരങ്ങളുമേന്തി നമുക്ക് വിളിക്കാം യേശുവേ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും നമ്മെ തന്നെ പൂർണ്ണമായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എനിക്ക് നൽകുവാനായിട്ടുള്ളത് എന്റെ ഹൃദയമാണ്. ദൈവനിൽ ആഗ്രഹിക്കുന്നത് ഞാൻ നൽകുന്ന എന്റെ സമ്പത്തല്ല, മറിച്ച് എന്റെ ഹൃദയത്തിന്റെ വേദനകളെയും എന്റെ ആഗ്രഹങ്ങളെയും എന്റെ പൂർണ്ണമായിട്ടുള്ള ആശ്രയബോധവുമാണ്. ദൈവമാണ് എന്നെ പരിപാലിക്കുന്ന വലിയ ചിന്തയിൽ എന്നെ തന്നെ, എന്റെ ഹൃദയത്തെ പൂർണ്ണമായി, എന്റെ ചിന്തകളെ പൂർണ്ണമായി ദൈവത്തിലേക്ക് സമർപ്പിക്കാം. ആ ദൈവത്തിലേക്ക് നിക്ഷേപിക്കാം. ദൈവത്തെ അനുഗ്രഹിക്കും. എന്റെ ജീവിതത്തിൽ എന്റെ കൂടെ നടക്കുന്ന ദൈവമായി എനിക്ക് അനുഭവിച്ചറിയുവാനായിട്ട് ദൈവത്തെ സാധിക്കുന്ന വലിയൊരു വിശ്വാസം നമുക്ക് ദൈവത്തിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന എല്ലാ വ്യക്തികളുടെയും പ്രത്യേകമായി രോഗികളായിരിക്കുന്ന വ്യക്തികളെ ദൈവം തൊട്ട് സുഖപ്പെടുത്തുന്ന വലിയ പ്രതീക്ഷയിലായിരിക്കുന്ന ദൈവത്തിൽ തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ, ജോലി അന്വേഷിക്കുന്ന എല്ലാ വ്യക്തികളെയും, രോഗാവസ്ഥയിലായിരിക്കുന്ന വ്യക്തികളെയും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെയും, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരെയും, അപകടങ്ങളിൽപ്പെട്ട് ജീവിതത്തിന്റെ ഭാരങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെയും, ദരിദ്രരായ വ്യക്തികളെയും, സാമ്പത്തികമായ ഭദ്രതയെല്ലാം തകർന്ന് ജീവിതത്തില് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും, ജീവിതത്തിൽ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു പോയ വ്യക്തികളെയും, വിധവകളെയും, ദരിദ്രരെയും എല്ലാവരെയും ദൈവത്തിലേക്ക് സമർപ്പിക്കാം. ഈശോയെ, എല്ലാവരുടെയും ജീവിതങ്ങള് അങ്ങിലാണ് ആശ്രയിച്ചിരിക്കുക. അങ്ങാണ് അവരുടെ ഹൃദയത്തിന്റെ നാഥൻ, അങ്ങാണ് അവരുടെ ജീവന്റെ നാഥൻ. ഈശോയെ, അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ഈ ഒരു മണിക്കൂർ അങ്ങയോടൊപ്പം ആയിരിക്കുവാനായി, അങ്ങയെ സ്തുതിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നമുക്ക് എല്ലാവർക്കും സ്വരമുയർത്തി, മനമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കാം. ദരിദ്രയായ വിധവ ദൈവത്തിൽ പ്രതീക്ഷ വെച്ചതുപോലെ, ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ ദൈവത്തിന്റെ പരിപാലനെ മുറുക്കി പിടിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. നമുക്കെല്ലാവർക്കും ഈശോയുടെ അനുഗ്രഹത്തിനായി, ഈശോ നൽകുന്ന ആ വലിയ സൗഖ്യത്തിനായി, ഈശോ നൽകുന്ന ഈശോയുടെ കരുണയ്ക്കായി യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ടൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
പാപത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ സിന്തണമേ ദിവ്യവരങ്ങൾ. ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവമോഹങ്ങളും, എന്നെയും എൻ സർവമോഹങ്ങളും. ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്, മറ്റെന്ത് സമ്മാനമുണ്ട്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,